ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് സന്തോഷമുള്ള ദിവസവും സങ്കടമുള്ള ദിവസവും ഒക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ഞാൻ രാവിലെ കുക്കിംഗ് ചെയ്യണ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ഈ സന്തോഷമുള്ള ദിവസം ഈ സന്തോഷം എന്താണെന്ന് അതും നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം കാണും. അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മേലെ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനെന്നല്ലേ. പക്ഷേ ഈ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ചിലർക്കൊന്നും അറിയണില്ല കേട്ടോ, അപൂർവ ആളുകൾക്ക് കേട്ടോ. ഞാൻ അറിയുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 2-3 ആളിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ പുതുതായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓല് എപ്പോഴും ഇങ്ങനെ ലൈക്ക് ചെയ്യണ പോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ ഡെയിലി വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ അമർത്തലുണ്ട് ഇത്ര കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം ഇങ്ങനെ റെഡ് കളറിൽ അമർത്തി കൊടുത്താൽ മതി, പിന്നെ ഓൾ എന്നുള്ളതും അമർത്തിയാൽ മതി. പിന്നെ എപ്പോഴും വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ലൈക്ക് ചെയ്യലാണ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിനെ പറ്റി അറിയാത്തവരാണ്, എനിക്കും അറിഞ്ഞില്ല കേട്ടോ. ഒരു കാലത്ത് യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും എനിക്കും അറിഞ്ഞില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊന്നും എനിക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ അറിയുമ്പോൾ തന്നെ അല്ലേ ഇങ്ങനെ ഓരോന്ന് അറിഞ്ഞ് വരല്ലേ. പിന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ വീഡിയോ ഇടുമ്പോഴും അതിനെ പറ്റിയിട്ടൊക്കെ അറിയലൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ അറിയാത്തവർക്കാണ് കേട്ടോ ഞാനിതിങ്ങനെ എപ്പോഴും പറയുന്നത്. ചിലപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നൊന്ന് നിങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ വർഷം ഏതായാലും ചെടിയൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഈ ചെടിച്ചട്ടിയിൽ നിന്ന് ചെടിയൊക്കെ പറിച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വേറെ ഒന്ന് കുഴിച്ചിടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഇന്നത്തെ ഗുഡ് ന്യൂസ് പറയല്ലേ. അപ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ചായയൊക്കെ കൊടുത്തു, മക്കൾ മദ്രസക്കൊക്കെ പോയിട്ടോ. അപ്പോൾ മക്കൾ മദ്രസക്കൊക്കെ പോകൽ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഓതി. അടുക്കളയ്ക്ക് ഇറങ്ങാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ നമ്മൾ രാവിലെ അടുക്കളയ്ക്ക് ഇറങ്ങാൻ കുറച്ച് മടി പിടിക്കില്ലേ. ചില ദിവസം എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ ഞാൻ മക്കളൊക്കെ പോയി അങ്ങനെ എന്തായാലും ഖുർആനൊക്കെ ഓതി അങ്ങനെ ഇരിക്കാണ്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലൈസൻസാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇന്നത്തെ ഗുഡ് ന്യൂസ് പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കും തരേ. ചിലർക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് പോലെ ഇങ്ങനെ നല്ലതുപോലെ അത്യാവശ്യം ഇങ്ങനെ ഉറപ്പൊക്കെ ഉള്ള സൈസാണ്, അങ്ങനെ പേപ്പർ മോഡലല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മോള് മദ്രസക്ക് പോയിട്ടില്ല, അവൾക്ക് പോകാനാവണുള്ളൂ കേട്ടോ. അവൾക്ക് 7:00-ക്കാണ് കേട്ടോ അവൾ മദ്രസക്ക് പോവുക. അപ്പോൾ ഓള് അവിടെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. മോന് നേരത്തെ പോയിട്ടുണ്ട്. അപ്പം ഇനി ഓന് വന്നിട്ടുള്ളൂ കേട്ടോ ഓള് പോവുള്ളൂ. എനിക്ക് ആദ്യമൊക്കെ സ്കൂളിട്ട് വന്നിട്ടാണ് കേട്ടോ മോനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നേ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ സുബൈക്കാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു സ്കൂട്ടിയിലും പഠിക്കുക എന്നുള്ളത്. കാരണം എൻ്റെ ചില ഫ്രണ്ടുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ഒന്ന് കഴിയുക, എനിക്കിങ്ങനെ കഴിയുമോ, ഞാനൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ സ്കൂട്ടിയൊക്കെ ഓടിച്ച് പോകാൻ എനിക്കൊക്കെ ഇങ്ങനെ കഴിയുമോ എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ചതും അല്ല, ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സക്സസ് ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ, നമ്മൾ മനസ്സിൽ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, ഇനി നമ്മൾ പരിശ്രമിക്കും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് വിജയം ഉറപ്പേക്കാരം കേട്ടോ. നമ്മൾ പരിശ്രമിക്കാതെ ഇങ്ങനെ വെറുതെ സ്വപ്നം കണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിലൊരാഗ്രഹം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആഗ്രഹം എനിക്കൊരു ജോലി എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയകുന്ന് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പോവാണ്ട് വളാഞ്ചേരി അപ്പുറമാണ് കേട്ടോ വലിയകുന്ന് പറഞ്ഞത്. പക്ഷേ അവിടേക്ക് 2 ബസ് കയറി പോകണം, പിന്നെ ഒന്ന് ഉള്ളിലേക്കാണ് കേട്ടോ സ്ഥാപനം ഉള്ളത്. ഓട്ടോക്ക് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റൂല, പിന്നെ 8:30 ആകുമ്പോഴത്തേന് അവിടെ എത്തും വേണം പറഞ്ഞു. അപ്പോൾ മക്കൾ 2 ആളും ചെറിയ മക്കളല്ലേ, അവർക്ക് ഒപ്പം
നിൽക്കണമല്ലോ സ്കൂളിൽ മദ്രസിലൊക്കെ പോകുമ്പോൾ. മോനിക്ക് എല്ലാതും റെഡിയാക്കി കൊടുത്താൽ അവന് പുസ്തകം ഇതൊക്കെ എടുത്ത് പോകും കേട്ടോ. ചായയൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങനെ കഴിച്ച് പോകും. പക്ഷേ മോൾക്ക് അങ്ങനെയല്ല, മുടി നേരാക്കി കൊടുക്കാനും ഓരോന്നോരോന്ന് അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ ബേക്കൊക്കെ. അപ്പോൾ അങ്ങനെ 8:30 സമയത്തൊന്നും എനിക്ക് എത്താനും കഴിയൂല. പിന്നെ കുറച്ച് ദൂരമാണ് കേട്ടോ, 2 ബസ് കയറി പിന്നെ ഉള്ളിലേക്ക് ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോവാണ്ട്. അപ്പോൾ ഞാനതങ്ങനെ ഒഴിവാക്കി. അപ്പോൾ അവിടെ എത്തിക്കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ പോരാ. ഇനിയിപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ ഒരു 9:30-10 മണിക്കൊക്കെ ആണെങ്കിലും എങ്ങനെയും ശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴൊക്കെയാണ് കേട്ടോ എനിക്ക് വണ്ടിയൊക്കെ അല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത്. അവിടുത്തെ ജോലി എന്ന് പറഞ്ഞത് ടൈറ്ററും ഇന്നറും ഒക്കെ അവിടെ തന്നെ തയ്പ്പിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണ് കേട്ടോ. പുറത്ത് സ്ഥാപനങ്ങൾക്ക് ഈ ടെക്സ്റ്റൈൽസൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടറും ഇരിക്കാനായിരുന്നു കേട്ടോ. എനിക്ക് തയ്യലൊന്നും അറിയില്ല. അപ്പോൾ അവിടെ വെറും ലേഡീസ് തന്നെയാണ് കേട്ടോ. ഓലനെ തയ്ച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കിട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നേതായാലും ചോറിന് കറിക്കുള്ളത് മീൻ വത്തളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കണ്ട. അടുത്ത് നല്ലൊരു വീഡിയോസുമായി വരാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.